ദുരന്തത്തിന്റെ വക്കിൽ നിന്ന് ബോയിംഗ് വിമാനം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 737 വിമാനം 26,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, എന്താണ് സംഭവിച്ചത്? ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള യാത്രക്കിടയിലാണ് ബോയിംഗ് 737 വിമാനം അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിട്ടത് എന്നുള്ളതാണ് വിവരങ്ങൾ. 23,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു വിമാനം. എന്തായാലും അപകടരഹിതമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിമാനം. യാത്രക്കാർ വലിയ തോതിൽ ഭയചകിതരായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടിയന്തരമായി ലാൻഡിംഗ് നടത്തുകയായിരുന്നു ബോയിംഗ് 737 വിമാനം. ഓക്സിജൻ മാസ്കുകൾ താഴെയിടുന്നതും ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ 36,000 അടി ഉയരത്തിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അനൂപ, പറയൂ. 36,000 അടി ഉയരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിമാനത്തിനകത്ത് മർദ്ദവ്യത്യാസം അനുഭവപ്പെട്ടത്. അത് വലിയൊരു കുഴപ്പത്തിലേക്ക് പോവുകയായിരുന്നു. ഉടനെ തന്നെ 10 മിനിറ്റിനകം തന്നെ 26,000 അടി താഴത്തേക്ക്, അതായത് 26,000 അടി താഴത്തേക്ക് വളരെ പെട്ടെന്ന് ഇറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറി. അപ്പോൾ തന്നെ ഓക്സിജൻ മാസ്കുകളൊക്കെ എല്ലാ യാത്രക്കാർക്കും നൽകി. 191 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരുപക്ഷെ വിമാനം തന്നെ തകർന്നു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ഈ യാത്രക്കാർ കരുതി. അവർ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോയിംഗ് വിമാനം തന്നെയാണ്. ഷാങ്ഹായിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള യാത്രക്കിടെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴപ്പം വന്ന സാഹചര്യത്തിൽ മറ്റൊരു വിമാനത്താവളത്തിൽ ഇറക്കി ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടർന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് ഈ അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം ഇങ്ങോട്ട് തുടർച്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഇത്തരത്തിലുള്ള വാർത്തയാണ്. ദുരന്തത്തിലേക്ക് പതിക്കുമായിരുന്ന ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത്.